അമ്മേൻ്റെ പ്രഗ്നൻസിയെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കേൾക്കുന്ന എത്ര പേർക്ക് ഞാൻ പറയുന്നതായിട്ട് യോജിച്ച് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എന്നെ കുടുംബം ഇല്ലാതെ ഇങ്ങനെ അനാഥയായിട്ട് വന്നെന്ന് ഇപ്പോഴും നിങ്ങളെ കണ്ണി കാണുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനത്തെ 2 കമൻറ്റ് ഇട്ടത്. അതെനിക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ടാക്കി. ഞാൻ പറയാൻ വന്ന മാറ്റർ അമ്മേൻ്റെ പ്രഗ്നൻസി തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം ഈ വീഡിയോയിൽ ഞാനില്ലായിരുന്നു. ഇതിലുള്ളത് ഉണ്ണിയണ്ണൻ, വർഷേച്ചി, സൂത്തേട്ടൻ, ഷെജോണ്ണൻ, അമ്മ. ഇവർ 5 പേര് ഈ വീഡിയോൻ്റെ അകത്തുള്ളായിരുന്നു. ഞാനില്ലായിരുന്നു. ആ വീഡിയോയിൽ ഞാനില്ലല്ലോ, അനാമിക ഒഴിവാക്കിയോ, അനാമികയാണോ ക്യാമറമാൻ, അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എന്നെ അങ്ങനെ ആ വീഡിയോയിൽ ചെല്ലാൻ പറ്റാതിരുന്നതിൽ എനിക്ക് സത്യത്തിൽ ഒരു സങ്കടവും ഇല്ല. എനിക്ക് യാതൊരു വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല. അതിലെനിക്കൊരു നാണക്കേട് ഉളുപ്പും ഇല്ല. മനസ്സിലായോ? എനിക്കും ഇല്ല, എൻ്റെ ഫാമിലിക്കും ഇല്ല. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക ബിസിനസ് ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന വീഡിയോ ആയിരിക്കും. എൻ്റെ അമ്മേൻ്റെ പ്രഗ്നൻസി വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചേച്ചീൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിൽ ഇട്ടില്ല. ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ കേൾക്കുന്ന എത്ര പേർക്ക് ഞാൻ പറയുന്നതായിട്ട് യോജിച്ച് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ വന്ന മാറ്റർ അമ്മേൻ്റെ പ്രഗ്നൻസി തന്നെയാണ്. അമ്മേൻ്റെ പ്രഗ്നൻസിയെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം ഈ വീഡിയോയിൽ ഞാനില്ലായിരുന്നു. ഇതിലുള്ളത് ഉണ്ണിയണ്ണൻ, വർഷേച്ചി, സൂത്തേട്ടൻ, ഷെജോണ്ണൻ, അമ്മ. ഇവർ 5 പേര് ഈ വീഡിയോൻ്റെ അകത്തുള്ളായിരുന്നു. ഞാനില്ലായിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ അമ്മേൻ്റെ പ്രഗ്നൻസി വീഡിയോ പറ്റി വീഡിയോസ് ഒന്നും, പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഷോർട്സും ലോങ്ങും ചെയ്തിട്ടില്ലായിരുന്നു. ഇതാണ് ഫസ്റ്റ് അമ്മേൻ്റെ പ്രഗ്നൻസിയെ പറ്റി സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ. അപ്പം അത് 2. 3 അതിൽ വന്ന കുറച്ച് കമൻസ്. 4 അതിൽ വന്ന കുറച്ച് പോസിറ്റീവ് കമൻറ്റ്. എന്നാൽ അതിൽ കുറച്ച് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എന്നാൽ ഞാൻ ആദ്യം പറയുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. അമ്മേൻ്റെയൊക്കെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന 1-2 കമൻറ്റുകൾ ഈ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കമൻറ്റ് ഇട്ടവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ദേഷ്യപ്പെട്ടൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു പ്രായത്തിൽ ഒരു അമ്മ ആവാൻ പറ്റുന്നത് എന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യമല്ല. അതും ഈ ഒരു ഏജിൽ ഒരു ഫാമിലി സപ്പോർട്ടോട് കൂടി, സ്വന്തം മക്കളോട് കൂടി ഒരു സപ്പോർട്ട്, സ്വന്തം മക്കളെ സപ്പോർട്ടോട് കൂടി ഒരു പ്രഗ്നൻസി ഈ ഒരു ഏജിലാവുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതും ഈ ഒരു ഏജിൽ പ്രഗ്നൻ്റ് ആവുക എന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തോ കുറ്റപ്പെടുത്തിയോ അല്ല പറയുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഏജിൽ പ്രഗ്നൻ്റ് ആവുക എന്നത് ഒരു ലക്ക് തന്നെയാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം അതും സ്വന്തം മക്കളെ സപ്പോർട്ട് കൂടി സന്തോഷമായിട്ട് പ്രഗ്നൻസി റിവീലിംഗ് ചെയ്യാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്. അത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും. പിന്നെ വേറൊരു ബന്ധം വഴി പോയിട്ടല്ല അമ്മയ്ക്ക് ബേബി വരാൻ പോകുന്നത്. അമ്മ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തി കൊടുത്ത ഒരു കല്യാണം. ആ കല്യാണത്തിൽ അമ്മ പ്രഗ്നൻ്റ് ആയി. അമ്മേൻ്റെ സ്വന്തം ഹസ്ബൻഡിൻ്റെ കുഞ്ഞാണ് അമ്മേൻ്റെ വയറ്റിൽ കിടക്കുന്നത്. വേറൊരു വഴി പോയി ഉണ്ടായ കുഞ്ഞല്ല. അപ്പം അതിലെന്താണ് ഇത്ര തെറ്റ്? അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനെ തുരുരായി ഇടുന്നത്. അപ്പം കുറേയൊക്കെ ഇട്ടതും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് കുറേ കമൻറ്റ്സ് ഇട്ടിട്ടുള്ളത്. അപ്പം പ്രഗ്നൻസി എന്നതും അത് ഈ ഒരു ഏജിൽ മക്കൾ ചേർന്ന് നിന്ന് അത് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റിയത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ ഒരു ഭാഗ്യം കിട്ടാത്തതും ആ ഭാഗ്യം കണ്ടിട്ട് കുശുമ്പും കുഞ്ഞായിനെയും മനസ്സിലിങ്ങനെ കൂട്ടി വെച്ച നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഇത്ര എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരോട് പറയാനുള്ളൂ. ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. പിന്നെ 1-2 സൈഡിൽ കൊടുത്തേക്കുന്ന കമൻറ്റുകളുണ്ടോ? 1-2 കമൻറ്റുകൾ. ആ വീഡിയോയിൽ ഞാനില്ലല്ലോ, അനാമിക ഒഴിവാക്കിയോ, അനാമികയാണോ ക്യാമറമാൻ, അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എന്നെ അങ്ങനെ ആ വീഡിയോയിൽ ചെല്ലാൻ പറ്റാതിരുന്നതിൽ എനിക്ക് സത്യത്തിൽ ഒരു സങ്കടവും ഇല്ല. എനിക്ക് യാതൊരു വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല.
എന്താ അമ്മ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അത് ഞാൻ വഴിയെ ദൈവം സഹായിച്ച് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാനത് വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും ദൈവം സഹായിച്ചിട്ട് ബാക്കിയുള്ള അമ്മേൻ്റെ കാര്യങ്ങൾ, സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മേൻ്റെ കൂടെ പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം വേറെ തടസ്സങ്ങളൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് അമ്മേൻ്റെ കൂടെ ഞാൻ ആ വീഡിയോയിൽ കാണാതിരുന്നത്. അല്ലാതെ എന്നെ മാറ്റി നിർത്തിയോ ഒന്നുമല്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വഴിയെ നിങ്ങൾ എന്താണ് അറിയിക്കാം. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ ഒരു ദിവസം പോലും എന്നെ കാണാതിരുന്നപ്പോൾ എന്നെ തിരക്കിയല്ലോ, അതെനിക്ക് ഒത്തിരി സന്തോഷം തന്നു കേട്ടോ. കാര്യം ഞാൻ കണ്ടിട്ടുമില്ല, ഇതുവരെ പരിചയപ്പെട്ടിട്ടുമില്ല, നേരിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് പോലും ആ ഒരു വീഡിയോയിൽ എന്നെ കണ്ടില്ലല്ലോ, ആ ഒരു ഫാമിലിയിൽ എന്നെ കാണാതായപ്പോൾ തനിക്ക് ഒത്തിരി പേരോട് ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ തിരക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ കമൻറ്റ് ഇടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കണം, എന്നെ മാറ്റി നിർത്തിയതല്ല. എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ സഹായം പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നല്ല രീതിക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അമ്മേൻ്റെ പ്രഗ്നൻസിയിലും വീഡിയോയ്ക്ക് പോകാൻ പറ്റാതിരുന്നത് കേട്ടോ. അതിലെനിക്ക് പ്രത്യേകിച്ച് സങ്കടവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാൻ അമ്മേൻ്റെ അക്കൗണ്ടിൽ ആ വീഡിയോൻ്റെ താഴെ വന്ന് വേറൊരു കമൻറ്റ് ശ്രദ്ധിച്ചായിരുന്നു. ഈ അഹങ്കാരീനെ വീഡിയോ ഇല്ലാതിരുന്ന നന്നായി, അവർക്ക് കുടുംബത്തിൻ്റെ മഹിമ അറിയത്തില്ല എന്ന് പറഞ്ഞ് 1-2 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റ് ഇട്ട 2 വ്യക്തികൾക്ക് ചിലപ്പോൾ എന്നെ കുടുംബം ഇല്ലാതെ ഇങ്ങനെ അനാഥയായിട്ട് വന്നെന്ന് ഇപ്പോഴും നിങ്ങളെ കണ്ണിൽ കാണുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനത്തെ 2 കമൻറ്റ് ഇട്ടത്. അതെനിക്ക് ചെറുതായിട്ടൊരു വിഷമമുണ്ടാക്കി. പിന്നെ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞത്, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തതിൽ, കഴിഞ്ഞ വട്ടം ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തതിലും അത്രയ്ക്ക് മോശമായിട്ട് എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ പൊന്നുവിനെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കണ്ടിട്ട് ഒത്തിരി പേര് ഇതേപോലെ പറഞ്ഞായിരുന്നു, അഹങ്കാരം, നിലത്ത് നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ എൻ്റെ അനിയത്തെ മാറ്റി നിർത്തിയെന്നൊക്കെ പറഞ്ഞും അവൾ വെളുത്തതാണ്, അവൾ കറുത്തതാണ്, ഞാൻ വെളുത്തതാണെന്നും പറഞ്ഞ് അവളെ മാറ്റി ഇരുന്നതെന്നൊക്കെ ഓരോ ക്യാപ്ഷൻ കാണുമ്പം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ആയിപ്പോയി. അപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ അതിലെനിക്കൊരു ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നി നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവർ അവരോട് മാത്രം ഞാൻ അതിന് സോറി ചോദിക്കുന്നു. ഇനി എൻ്റെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചെന്ന് വെച്ചാൽ കവാലക്കുറ്റി കൊട്ടിക്കോന്നോ പുഞ്ഞാര മോളേന്നോ അങ്ങനെയൊന്നും എൻ്റെ വായിൽ നിന്ന് വീഴത്തില്ല എന്ന് ഞാനൊരു ഉറപ്പ് തരുന്നു. എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മാത്രം, അവർക്ക് മാത്രം ഞാനൊരു ഉറപ്പ് തരുന്നു. അതെൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അങ്ങനെ പറയാൻ പാടില്ലായിരിക്കും. സോഷ്യൽ മീഡിയ ആണ്, അപ്പോൾ പലതും ഫേസ് ചെയ്യണമെന്നും ചിലവർ പറയുന്നുണ്ട് കേട്ടോ. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് തീരെ പറ്റാത്ത, പ്രതികരിച്ചേ പറ്റൂ എന്നൊരു കമൻറ്റിന് മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ. എല്ലാം ഞാൻ എടുത്ത് പ്രതികരിക്കാറില്ല. പിന്നെ മെയിനായിട്ട് ഈ നെഗറ്റീവ് ഇട്ടവെടുക്കുക. ഈ ഒരു ഏജിലൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ അതൊരു ലക്കാണ്. അതെല്ലാവർക്കും ഒന്നും കിട്ടുന്ന കാര്യമല്ല. അത് സ്വന്തം മക്കൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒക്കെ നിൽക്കുമ്പം അതൊരു ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും ഒന്നും, ഞാനിതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവുള്ളൂന്നുമില്ല. പിന്നെ എത്രയോ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരുണ്ട്, ഒത്തിരി ഉണ്ട്. ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന അമ്മമാർ ഒത്തിരി ഉണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമായിരിക്കും. എന്നത് നമ്മളെ ലൈഫിൽ ഒരു വലിയൊരു ഭാഗ്യമാണ്. കുഞ്ഞ് എന്നത് നമ്മളെ ലൈഫിലെ വലിയൊരു ഭാഗ്യമാണ്. അത് ഏതൊരു ഏജിലും ആവട്ടെ, കുഞ്ഞ് എന്നത് ഭയങ്കര ഭാഗ്യമാണ്. ദൈവം അനുഗ്രഹിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഏജിൽ പ്രഗ്നൻ്റ് ആവുക എന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ മാറ്റി നിർത്തിയിട്ടില്ല, ഞാനും അമ്മയ്ക്ക് സപ്പോർട്ടാണ്. അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും ഒത്തിരി ഹാപ്പി ആയിരുന്നു. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു ഏജിൽ അമ്മ പ്രഗ്നൻ്റ്, എനിക്കങ്ങനെ അതൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നും ഞാൻ ഉണ്ണിമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയപ്പോഴും എന്നോട് ചോദിച്ചു അമ്മ പ്രഗ്നൻ്റ് അല്ലേ, എന്നിട്ട് കൺഗ്രാറ്റ്സ് എന്ന് എന്നോടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ. അതിലെനിക്കൊരു നാണക്കേട് ഉളുപ്പും ഇല്ല, മനസ്സിലായോ? എനിക്കും ഇല്ല, എൻ്റെ ഫാമിലിക്കും ഇല്ല. കാരണം കല്യാണം കഴിച്ചു, ഞങ്ങളായിട്ട് നടത്തിയ കല്യാണത്തിൽ ഞങ്ങൾക്കൊരു അനിയൻ വരുന്നത് അല്ലെങ്കിൽ അനിയത്തി വരുന്നത് അത് ഞങ്ങൾക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്, ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ ഞങ്ങൾ എതിർക്കുന്നില്ല. പിന്നെ ഈ കാണുന്ന ഒരു 100% പേരും സത്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 10% ആൾക്കാർ മാത്രമേ നമുക്ക് ഈ നെഗറ്റീവ് പറഞ്ഞവരുള്ളൂ. നാണമില്ലേ, ഉളുപ്പില്ലേ? എന്തിനുളുപ്പ്? മാന്യമായി 10 പേര് അറിയെ താലി കെട്ടി കല്യാണം കഴിച്ച 2 വ്യക്തികൾക്ക് കുഞ്ഞുണ്ടാവുക എന്നത്
അത് മോശക്കാര്യമല്ല. കുഞ്ഞുണ്ടാവുക എന്നത് മോശക്കാര്യമല്ല. 10 പേര് അറിയെ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന 2 ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകുക എന്നത് വലിയ കാര്യം തന്നെയാണ്. അതൊരു ചീത്തക്കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഈ 10% കമന്റ് ഇട്ട നിങ്ങളെ പോലുള്ള വ്യക്തികൾ, നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ കണ്ണ് മഞ്ഞയാണ്. നിങ്ങൾക്ക് എന്തും ആ കണ്ണ് വെച്ച് നിങ്ങൾ എന്ത് നോക്കിയാലും അത് നിങ്ങൾക്ക് മഞ്ഞയായിട്ടേ തോന്നത്തുള്ളൂ. പച്ച കണ്ടാലും നിങ്ങൾക്ക് മഞ്ഞയായിട്ടേ തോന്നത്തുള്ളൂ. അത് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി അമ്മമാർ ഇപ്പോഴും പ്രായമായിട്ട് പോലും മക്കളില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു അനുഭവവും ആ ഒരു വ്യക്തികളൊക്കെ നമ്മളെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ചിലവർക്ക് മനസ്സിലാവും, ചിലർക്കെന്ന് പറയുമ്പം ഈ 100-90% പേർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അല്ല, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ഈ ഒരു കമൻറ്റുകൾ കാണുമ്പം എങ്ങനെ ഞാനത് പ്രതികരിക്കാതിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ പ്രതികരിക്കണം, കാരണം ഞാനും കൂടെ ചേർന്നിട്ടാണ് അമ്മേൻ്റെ വിവാഹം നടത്തി കൊടുത്തത്. ഒരു പക്ഷെ അമ്മ പ്രതികരിക്കത്തില്ലായിരിക്കും, അമ്മ അത് കണ്ട് കളയുമായിരിക്കും, ആ പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു മകളെന്ന നിലയിൽ ഞാൻ പ്രതികരിക്കണം. കാരണം എനിക്ക് വരാൻ പോകുന്ന അനിയനും അനിയത്തിയും എന്ത് നാണക്കേടാ? എനിക്കൊരു നാണക്കേടുമില്ല. എനിക്കെന്നല്ല, എൻ്റെ ഉണ്ണിയണ്ണാവട്ടെ, വർഷേച്ചിക്കാവട്ടെ, സൂട്ടാരനാവട്ടെ, ആർക്കും ഒരു നാണക്കേടുമില്ല. നിങ്ങൾ ആ വീഡിയോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എന്തോരം ഹാപ്പി ആയിട്ടാണ് ഷൈജുണ്ണൻ ഉണ്ണിയുടെ ഉള്ളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറയുന്നത്, എനിക്കൊരു അനിയൻ വരാൻ പോകുന്നത്, ഉണ്ണിക്കും വർഷയ്ക്കും അടികൂടാനൊക്കെ ഒരു അനിയൻ വരാൻ. അത് അവരെ ഹാപ്പിനെസ്, അത് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്. മനസ്സിലായോ? അതിൽ എൻ്റെ ഉണ്ണിയൻ്റെയും വർഷേച്ചീൻ്റെയും ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചേച്ചി അതിൽ എടുത്ത് പറയുന്നുണ്ട്, ഈ നെഗറ്റീവ് പറയുന്നടുത്ത് ഒന്നും പറയാനില്ല എന്ന് ചേച്ചി എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ പോലും അതിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് വരുന്ന നിങ്ങളെപ്പോലെ കണ്ണ് മഞ്ഞയായ മനുഷ്യരെ എങ്ങനെയൊക്കെ ഇത് പറയാൻ തോന്നുന്നു? ഇത് വേറൊരു വഴി പോയി ഉണ്ടായ ബന്ധമല്ലല്ലോ, ഇത് പുത്തരിയല്ലല്ലോ. കുഞ്ഞ് ജനിക്കുക എന്നത് ഞങ്ങളെ കുടുംബത്തിൽ മാത്രം ഉണ്ടാവുന്ന കാര്യമല്ലല്ലോ. എല്ലാ കുടുംബത്തിലും കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ അമ്മയ്ക്ക് ഈ ഒരു ഏജിൽ പ്രഗ്നൻ്റ് ആയി, അതൊരു വലിയ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ കമൻ്റ് ഇട്ടവർക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ കമൻ്റ് ഇട്ടവരെ വീട്ടുകാർക്ക് കിട്ടാത്ത സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിൽ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിത് മഞ്ഞയായിട്ട് തോന്നുന്നത്. മഞ്ഞയായിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ടേ കാണത്തുള്ളൂ. ഈ നെഗറ്റീവ് ഇടുന്നവർ ഒരേ ഒരു കാര്യം ചിന്തിക്കണം. ഒത്തിരി പേരുണ്ട് നമ്മളെ സമൂഹത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ഇപ്പോഴും കുറ്റവും കുറച്ചിലും ഒക്കെ കേൾക്കുന്നത്. എത്രയോ പേര് കുഞ്ഞുങ്ങളെ കൊണ്ട് കൊന്നു കളയുന്നു. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ പേര് കുഞ്ഞുങ്ങളെ കൊണ്ട് കൊന്നു കളയുന്നു സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട്. കണ്ടവന്മാരെ കൂടെ പോകാം, അങ്ങനെ തന്നെ ഞാൻ പറയും, കണ്ടവന്മാരെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഓരോ പെൺപിള്ളേരും എന്തോരം കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിൽ കൊന്നു കളയുന്നു. സ്വന്തമായിട്ട് പ്രസവിച്ച് പൊക്കിൾ കൂടി അറുത്ത് കൊണ്ട് പാറയിലടിച്ച് കൊല്ലുന്നു, കൊണ്ട് ഇത് കരിയിലേൻ്റെ കൂട്ടത്തിൽ ഇടുന്നു. എന്തെല്ലാം ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തെല്ലാം ന്യൂസുകൾ. അപ്പം അവരെ കാട്ടി ക്രൂരരാണ് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ. ചിലവർ ചോദിക്കുമായിരിക്കും, ഈ നെഗറ്റീവൊക്കെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ വീഡിയോ ആക്കി ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് ചിലവർ പറയുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വരാൻ പോകുന്ന അനിയനും അനിയത്തിയും നാണക്കേടാണെന്ന് ഒരാളെ വായിന്ന് വീഴുമ്പം അപ്പം ഇനി വഴിയെ അമ്മേൻ്റെ വേറുള്ള അപ്ഡേഷനും കാര്യങ്ങളും വഴിയെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സർപ്രൈസ് കാര്യവും കൂടെ നടക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളും അതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു കാര്യം നേരെയായിട്ട് വരാൻ, അത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നും നിങ്ങളെ പ്രാർത്ഥന ഞങ്ങളെ കുടുംബത്തിൽ വേണം. അനുഗ്രഹവും ഞങ്ങളുടെ അമ്മയ്ക്ക് വേണം. നല്ലൊരു ആരോഗ്യമുള്ള അതാണോ പെണ്ണോ ആവട്ടെ, ആരോഗ്യമുള്ള ഒരു ബേബീനെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, ഞാൻ ചെയ്യണ്ട എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അമ്മയുടെ പ്രഗ്നൻസി വീഡിയോ മാത്രം ഇടാം, അല്ലാതെ ഇതൊരു റിയാക്ഷനായിട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളിടയ്ക്കുള്ള കുറച്ച് പേർക്കെങ്കിലും ഉള്ള തെറ്റിദ്ധാരണകൾ മാറണോ ഇല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഫാമിലിക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന അനുഗ്രഹവും വേണം മുന്നോട്ട്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം അനാമിക. പിന്നെ ഞാനൊരു തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറന്നുപോലെ, നിങ്ങളുടെ അഭിപ്രായം എന്തോ ആവട്ടെ അത് താഴെ കമന്റ് ബോക്സിൽ പറയണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റാ.